ഹരിസാർ നമസ്കാരം. ഈ മോദിയുമായി ബന്ധപ്പെട്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ മോദി സ്വീകരിച്ച നിലപാടുണ്ട്. അതായത് റഷ്യയുടെയും ഉക്രൈൻ്റെയും മധ്യസ്ഥനായി അവിടെ നേരിട്ട് പോവുകയും അങ്ങനെ നേരിട്ട് പോകുന്ന സമയത്ത് യുദ്ധം വരെ നിർത്തിവെച്ചുകൊണ്ട് മോദിക്ക് വേണ്ട സൗകര്യങ്ങൾ ഇരു രാജ്യങ്ങളും ചെയ്തു കൊടുത്തതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ അമേരിക്കയുടെ ഭരണാധികാരി വരെ അവിടെ പോകാതിരിക്കുമ്പോൾ മോദിയാണ് ധൈര്യപൂർവ്വം അവിടേക്ക് കടന്നു ചെന്നതും അവിടെ ഇരു നേതാക്കന്മാരെയും കണ്ട് ചർച്ച നടത്തിയതും ഒക്കെ. അവിടെ അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലും അതുപോലെ നമ്മുടെ മാധ്യമങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടുത്തെ ചില മാധ്യമങ്ങളൊക്കെ അതിനെ വേറെ രീതിയിലും കണ്ടിരുന്നു. മോദി പോയിട്ട് എന്താണ് കാര്യം, മോദി പോയതുകൊണ്ട് ഇവിടെ പ്രശ്നത്തിന് പരിഹാരമാകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദി ആ ഉക്രൈൻ റഷ്യ വാറിന്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ ശരിയാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാറിന് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? എന്താണ് ഈ കാര്യത്തിൽ അങ്ങ് നിരീക്ഷിക്കുന്നത്? റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇപ്പം 3 വർഷം തികയുകയാണ്. കാരണം 2022 ഫെബ്രുവരിയിലാണ് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നത്. ഇന്ത്യയുടെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ കൃത്യവും വ്യക്തവുമായിരുന്നു. അതായത് ഇന്നത്തെ ലോകത്തിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് ഒരിക്കലും യുദ്ധത്തിലൂടെ പരിഹാരം കാണാൻ പറ്റില്ല. ചർച്ചകളിലൂടെ വേണം പരിഹാരം കാണേണ്ടത്. ഇവിടെ യുക്രൈൻ റഷ്യയുടെ സുരക്ഷയുടെ ആശങ്കകൾ പരിഗണിക്കണം. അതും ഇന്ത്യ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ യുക്രൈൻ എന്ന രാഷ്ട്രത്തെ, അതിലും എത്രയോ അധികം വിഭവശേഷിയും വലിപ്പവും സൈനിക ശക്തിയും എല്ലാമുള്ള റഷ്യ തീർച്ചയായിട്ടും യുക്രൈൻ പോലൊരു രാജ്യത്തെ ആക്രമിക്കുന്നതിനോടും അല്ലെങ്കിൽ അവർ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നതിനോടും ഇന്ത്യക്ക് യോജിപ്പില്ലായിരുന്നു. ഇന്ത്യ സമാധാനത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ റഷ്യയുടെ ന്യായമായ ആശങ്കകൾ, സുരക്ഷാ ആശങ്കകൾ അത് പരിഗണിക്കണമെന്നൊരു അഭിപ്രായം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, നാറ്റോ സഖ്യത്തിൽ യുക്രൈൻ അംഗമാകുമ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യയുടെ അതിർത്തിയിൽ പടിവാതിൽക്കൽ നാറ്റോ സൈന്യം എത്തുകയാണ്. അവിടെ റഷ്യക്ക് സ്വാഭാവികമായിട്ടും ചില സംശയങ്ങളുണ്ട്, ചില ആശങ്കകളുണ്ട്, ചില പേടികളുണ്ട്. കാരണം നാളെ ഒരു യൂറോപ്പിലെ മുഴുവൻ സൈന്യവും ഇവിടേക്ക് എത്തുകയാണ്. പക്ഷെ ഈ വിഷയത്തിൽ മോഡിയെ കുറ്റപ്പെടുത്താനായിരുന്നു ഇന്ത്യയിലെ പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഈ 3 വർഷത്തിന് ശേഷം വളരെ ദയനീയമായ ഒരു കീഴടങ്ങലിനാണ് യഥാർത്ഥത്തിൽ യുക്രൈൻ പ്രസിഡന്റ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. കാരണം അമേരിക്ക, മുഖ്യമായിട്ടും യുക്രൈനെ സഹായിച്ചുകൊണ്ടിരുന്ന അമേരിക്ക, ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ട്രംപ് വളരെ വ്യക്തമായി 2-3 ആരോപണങ്ങൾ ഉന്നയിച്ചു. ഒന്ന്, ഏകാധിപത്യ പ്രസിഡന്റാണ്, കാരണം അവിടെ ഇലക്ഷൻ നടക്കുന്നില്ലല്ലോ. രണ്ടാമത്, യുദ്ധം തുടങ്ങിയത് വ്ളാഡിമിർ സെലൻസ്കി ആണ് എന്നുള്ള ഒരു ആരോപണം പ്രസിഡന്റ് ട്രംപ് ഉന്നയിച്ചു. ഇപ്പോൾ ട്രംപിന്റെ അടുത്ത ആവശ്യം, ഇതുവരെയും അമേരിക്ക കൊടുത്ത സഹായത്തിന് പ്രതിഫലമായിട്ട് യുക്രൈൻ്റെ പ്രകൃതി സമ്പത്ത്, അതായത് യുക്രൈൻ ഒരുപാട് റെയർ എർത്ത് മിനറൽസ് ഉണ്ട്, ഇതിൻ്റെ ഖനനം ചെയ്യുന്നതിൻ്റെ 50% ലാഭം അമേരിക്കയ്ക്ക് കൊടുക്കണം. അത് പുതുതായിട്ട് അമേരിക്ക സഹായം കൊടുക്കുന്നതിന് പ്രതിഫലമായിട്ടൊന്നും അല്ല, ഇതുവരെ അമേരിക്ക നൽകിയ സഹായത്തിന് തിരിച്ച്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഹെഡ്സ് ഐ വിൻ, ടെയിൽ യു ലൂസ്. അതായത് രണ്ടായാലും ഇവിടെ ഇപ്പോൾ റഷ്യയായിട്ട് യുദ്ധം ചെയ്താലും ഇനിയിപ്പോൾ സമാധാനം വന്നാലും സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടമേ ഉള്ളൂ. കാരണം രാഷ്ട്രത്തിൻ്റെ പകുതി വിഭവസമ്പത്ത് അമേരിക്ക കൊണ്ടുപോകും. പിന്നെ ഇതുവരെയും ഉള്ള യുദ്ധത്തിൽ നിന്നും 20% ഭൂമി യുക്രൈന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കിഴക്കൻ യുക്രൈൻ്റെ പ്രധാന മേഖലകളൊക്കെ റഷ്യയുടെ കൈവശമായി. ഇത് റഷ്യ തിരിച്ചു കൊടുക്കുമെന്നൊന്നും ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല. പിന്നെ ഭാവിയിൽ യുക്രൈൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി അമേരിക്ക എന്ത് നിലപാടെടുക്കുമെന്നുള്ളൊരു ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടിയൊന്നും ഇപ്പോൾ വ്ളാഡിമിർ സെലൻസ്കി ഒപ്പുവെക്കാൻ പോകുന്ന കരട് കരാറിൽ ഇല്ല എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു കീഴടങ്ങൽ പോലാണ്. അപ്പോൾ അന്നേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു, റഷ്യയുടെ ന്യായമായ സുരക്ഷാ ആശങ്കകൾ കണക്കിലെടുത്തിട്ട് റഷ്യയും യുക്രൈനും കൂടി ചേർന്ന് ഈ
അഭിപ്രായ ഭിന്നതകൾ ഒതുക്കി തീർത്ത് അവർ സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകണമെന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം അംഗീകരിച്ചിരുന്നെങ്കിൽ ശരിക്കും ഇന്ന് യുക്രൈൻ്റെ സമ്പത്തിൻ്റെ 50% കൊള്ളയടിക്കാൻ അമേരിക്കയ്ക്ക് ഒരു സാഹചര്യം ഉണ്ടാവുകയില്ലായിരുന്നു. ശരിക്കും ഡൊണാൾഡ് ട്രംപ് ഈ ചർച്ചയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ 500 കോടി രൂപ 500 ബില്യൺ ഡോളർ അമേരിക്കയ്ക്ക് ഞാൻ യുക്രൈനിൽ നിന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ശരിക്കും യുക്രൈൻ്റെ ധാതു സമ്പത്ത് മാത്രമാണ്. അപ്പോൾ അമേരിക്കയോടൊരു ചോദ്യം പാശ്ചാത്യ മാധ്യമങ്ങൾ ചോദിച്ചു, അങ്ങനെയെങ്കിൽ യുക്രൈൻ്റെ ഭാവിയിലെ സുരക്ഷ എങ്ങനെ ഉറപ്പുവരുത്തും? അപ്പോൾ പ്രസിഡന്റ് ട്രംപിൻ്റെ മറുപടി, അത് അമേരിക്കൻ കമ്പനികൾ അവിടെ ഖനനം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ റഷ്യ അവിടേക്ക് യുദ്ധത്തിന് വരില്ലല്ലോ. അതായത് യുക്രൈന് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെങ്കിൽ അമേരിക്കയുടെ നിത്യ സാന്നിധ്യം യുക്രൈനിൽ ഉണ്ടാകണമെന്നാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യുക്രൈൻ ഏതാണ്ട് സർവ്വതും നഷ്ടപ്പെട്ട പിന്നെ പഴയ കാലത്ത് ഈ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ ഈ തിരുവിതാംകൂറിലൊക്കെ ഒരു ശിക്ഷയുണ്ടായിരുന്നു. അതായത് അടിയും കൊണ്ട് പണവും കെട്ടി പുളിയും കുടിച്ച് തെറിയും കേൾക്കുക എന്ന് പറയും. ഈ നാല് രീതിയിലും നമ്മളെ ദ്രോഹിക്കും. ചാട്ടവാർ കൊണ്ട് അടി കേൾക്കണം, ഈ പുളി കലക്കിയിട്ട് അത് കുടിപ്പിക്കും, പുളിവെള്ളം, അതുപോലെ തെറി കേൾക്കുക, പിന്നെ പണം കെട്ടി വെക്കണം. ഇപ്പോൾ ഏതാണ്ട് അതേ അവസ്ഥയിലാണ് വ്ളാഡിമിർ സെലൻസ്കിക്ക് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഇനി വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം തന്നെ ആശങ്കയിലായിരിക്കും. കാരണം ഈ ഏകപക്ഷീയമായ കരാറ് യുക്രൈനിയൻ ജനത അനുവദിക്കുമോ? നമ്മൾ ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ച ഒരു ആരോപണമുണ്ട്. അതായത് ഇത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റ് അല്ല വ്ളാഡിമിർ സെലൻസ്കി എന്നുള്ളത്. അദ്ദേഹം വീണ്ടും ഒരു ഇലക്ഷനെ നേരിടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹം വിജയിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. അതായത് ഇതിലും ഭേദമായിരുന്നു റഷ്യയുമായി നേരിട്ട് ഒരു കരാറുണ്ടാക്കി ചില പ്രദേശങ്ങൾ റഷ്യക്ക് അങ്ങ് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ. അല്ലെങ്കിൽ റഷ്യയുടെ ആശങ്ക, ഇത് യഥാർത്ഥത്തിൽ 2022 യുദ്ധം തുടങ്ങുന്നതെങ്കിലും 2013 തൊട്ട് ഒരു 12-14 കാലഘട്ടത്തിൽ അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് റഷ്യയെ അനുകൂലിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു യുക്രൈൻ്റെ പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ അവിടെ ഒരു ഇൻറ്റേർണലായിട്ട് ആന്തരികമായിട്ടൊരു പ്രതിസന്ധി ഉണ്ടാവുകയും അവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ആ സ്ഥാനം രാജിവെക്കേണ്ടി വരികയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു പുതിയ സർക്കാരാണ് പിന്നീട് അധികാരത്തിലേറ്റത്. ഇതിനിടയ്ക്ക് അവിടെ വളരെ നിർണായകമായ 2 സംഭവവികാസങ്ങളുണ്ടായി. അതായത് യുക്രൈനിൽ ഇപ്പോഴും റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്, പ്രത്യേകിച്ച് ക്രിമിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അങ്ങനെ 2014 ക്രിമിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അപ്പോൾ ആ സ്വാതന്ത്ര്യം അത് റഷ്യയുടെ പിന്തുണയോട് കൂടിയിട്ടാണ്. പിന്നീട് തെക്ക് കിഴക്കൻ യുക്രൈനിലെ ഡോൺബാസ് എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. ഈ ഡോൺബാസിലും പിന്നെ റഷ്യയുടെ ആധിപത്യം വന്നു. അവിടുന്ന് ഒരുപാട് ഭൂമി യുക്രൈന് നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലാണ് വ്ളാഡിമിർ സെലൻസ്കി അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ തദ്ദേശീയരായ ജനതയുടെ ആത്മാഭിമാനം വീണ്ടെടുക്കുക എന്നുള്ള ഒരു വലിയ ചുമതലയും വലിയ വാഗ്ദാനവുമായിട്ടാണ് വ്ളാഡിമിർ സെലൻസ്കി അധികാരത്തിൽ എത്തുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാല് ഈ യുദ്ധം ജയിച്ചില്ല എന്ന് മാത്രമല്ല, ഈ യുദ്ധം പരാജയപ്പെട്ട ഈ യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ യുക്രൈന് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ഏറ്റവും ആവശ്യമുള്ള ക്യാപിറ്റല് ലഭിക്കേണ്ടിയിരുന്നത് ശരിക്കും ഈ ധാതുക്കളുടെ ഖനനത്തിലൂടെയും വിപണനത്തിലൂടെയാണ്. പക്ഷേ ആ ധാതു ഖനനവും വിപണനവും ഒക്കെ തന്നെ ഇപ്പോൾ അമേരിക്ക ഒപ്പുവെക്കുന്ന കരാറിൽ 50% മാത്രമാണെന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഖനനം നടക്കുമ്പോഴേക്കും അമേരിക്ക 100% കൊണ്ടുപോകുന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നുമില്ല. പഴയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പ്രവർത്തനമായിരിക്കും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അമേരിക്കയുടെ സ്വകാര്യ മേഖല യുക്രൈനിൽ നടത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം, അതായത് റഷ്യയുടെ ന്യായമായ ആശങ്കകൾ യുക്രൈൻ പരിഗണിച്ചുകൊണ്ട്
അവർ തമ്മിൽ ചർച്ച ചെയ്ത് ചില വിട്ടുവീഴ്ചകൾക്ക് യുക്രൈനും തയ്യാറായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ യുദ്ധം എന്നേ യുക്രൈൻ അനുകൂലമായി അവസാനിക്കുമായിരുന്നു. ശരിക്കും അന്ന് നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇന്ത്യയിലെ പ്രതിപക്ഷം മുഴുവൻ വിമർശിച്ചു. അപ്പം മോഡി ഇന്ത്യയുടെ ചേരിചേരാ നയത്തിനെയൊക്കെ കൊണ്ട് തുലച്ചു കളഞ്ഞെന്നും ഇതുപോലെ വലിയൊരു അക്രമകാരിയും ഏകാധിപതിയുമായ വ്ളാഡിമിർ പുടിൻ്റെ ഒപ്പമാണ് മോഡി എന്നുമുള്ള അതിനിശ്ചിതമായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ അതിനെ റഷ്യയുടെ ഭാഗമൊന്നും പറയുകയല്ലായിരുന്നു. നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിൽ ഒരു യുദ്ധം വിജയിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ധനശേഷി ഉണ്ടാവണം. കാരണം ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എത്ര കോടി രൂപ അല്ലെങ്കിൽ ഡോളർ അല്ലെങ്കിൽ റൂബിളാണ് വേണ്ടിയിരിക്കുന്നത്. ആയുധങ്ങൾ വാങ്ങണ്ടേ? യുക്രൈൻ സ്വന്തമായി ആയുധങ്ങളൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. റഷ്യ അതല്ല, സ്വന്തമായി ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ യുക്രൈൻ്റെ ഏറ്റവും വലിയ കയറ്റുമതി ആയിരുന്നത് ഗോതമ്പാണ്. ഈ യുദ്ധത്തെ കൊണ്ട് ഏറ്റവും ലോകത്തിന് തന്നെ വലിയൊരു സംഭവിച്ച ഒരു നഷ്ടമാണ് യുക്രൈനിലെ ഗോതമ്പ് പാടങ്ങൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. യുക്രൈനിൽ നിന്നുള്ള കയറ്റുമതി പൂർണ്ണമായിട്ടും ഒരു വലിയ അളവിൽ വരെ തടസ്സപ്പെട്ടു. അപ്പം കാർഷിക മേഖല പാടെ തകർന്നു. വ്യാവസായിക മേഖലയുടെ ഒരു വളർച്ചയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇത് വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക്, അതായത് മുൻകൂട്ടി കാര്യങ്ങൾ കാണാതെ ദീർഘവീക്ഷണമില്ലാതെ ഒരാവേശത്തിൻ്റെ പുറത്ത് യുദ്ധത്തിലേക്ക് എടുത്തു ചാടി. ഈ പണ്ടൊക്കെ നമ്മൾ ബൈബിളിൽ ഒരു കഥയുണ്ട്, ഈ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ഒരു യുദ്ധം, ദ്വന്ദ്വയുദ്ധം. അത് പിന്നെ ഗോലിയാത്ത് എന്ന് പറയുന്ന വലിയ ശരീരം, വലിയ ശക്തിയുമുള്ള ഒരു വ്യക്തിയാണ്. ദാവൂദ് ചെറിയ ഒരാളാണ്. അപ്പോൾ ദാവൂദ് ഗോലിയാത്തിനെ വീഴ്ത്തി എന്നുള്ളതാണ് ആ കഥയുടെ ഒരു പിന്നെ സാരാംശം. ഈ എല്ലായിടത്തും ദാവൂദന്മാർ ഗോലിയാത്തിനെ വീഴ്ത്തുമെന്ന് ചിന്തിക്കണ്ട. ഒരിക്കൽ ചക്ക വീഴുമ്പോൾ ഒരു മുയൽ ചത്തെന്ന് വിചാരിച്ചേ എപ്പോൾ ചക്ക വീണാലും മുയൽ ചാകും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കഥയിലെ ദാവൂദും ഗോലിയാത്തും അത് കഥയിലാണ്, ബൈബിളിലാണ്. യാഥാർത്ഥ്യം വരുമ്പോഴേക്കും അത് അങ്ങനെ അല്ല വർക്കൗട്ട് ചെയ്യുന്നത്. എന്താ ചോദിക്കാൻ വന്നോ? ഇല്ല സാർ, പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അന്നത്തെ നിലപാട് ശരിക്കും ദീർഘവീക്ഷണത്തോടു കൂടി ഉള്ളതും യുക്രൈൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതിയും അതുപോലെ തന്നെ അവരുടെ ആയുധങ്ങളും അവരുടെ കയ്യിലുള്ള ആയുധശേഖരവും അവരുടെ സൈനിക ശക്തിയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് മോഡി ഈ യുദ്ധം പരസ്പര സഹായത്തോടു കൂടിയും അതുപോലെ തന്നെ വിട്ടുവീഴ്ചയോടുകൂടിയും യുക്രൈൻ നിർത്തണം എന്നുള്ള ഒരു രീതിയിൽ സംസാരിച്ചത്. അന്ന് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയവർക്ക് അവരിന്നും മിണ്ടുന്നില്ലല്ലോ. ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഈ യുദ്ധം 3 കൊല്ലം തികയുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷത്തു നിന്ന് ആരെങ്കിലും ഒരക്ഷരം വേണ്ടിയിട്ടുണ്ട്? ഇന്ത്യയിലെ അതായത് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ യുക്രൈൻ ഒപ്പുവെക്കുന്ന ഒരു പിന്നെ കരാറ്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ ഒപ്പുവെക്കുന്ന കരാറിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവൊന്നും സംസാരിച്ചിട്ടില്ല. ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ കക്ഷിയും പറയുന്നില്ല ഒന്നും. ഇന്ത്യയിലെ മാധ്യമങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഇവിടെ ചന്ദ്രനും സൂര്യനും കീഴിലുള്ള എല്ലാ കാര്യങ്ങളിലും വിദഗ്ധ അഭിപ്രായവും നിർദ്ദേശങ്ങളും കൊടുക്കുന്ന നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ തികഞ്ഞ മൗനത്തിലാണ്. അവരൊരക്ഷരം മിണ്ടിയിട്ടില്ല ഇവരാരും. എന്ത് മിണ്ടാനാണ്? ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ശരിക്കും നരേന്ദ്രമോദിയുടെ അഭിപ്രായങ്ങളുടെ വില മനസ്സിലാക്കിയിരുന്നില്ല. അത് കണക്കിലെടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ യുദ്ധത്തിൽ യുക്രൈൻ തന്നെ ആയിരിക്കും നേട്ടമുണ്ടാക്കാൻ പോരുന്നത്. പക്ഷേ ഇന്ത്യയിലെ പ്രതിപക്ഷവും ഇനിയെങ്കിലും ഇക്കാര്യം വിലയിരുത്തണമെന്നും ഭാവിയിൽ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള മട്ടിൽ കയറി അഭിപ്രായം പറയുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും നരേന്ദ്രമോദിയുടെ അന്നത്തെ അഭിപ്രായത്തെ പരിഹസിച്ചവർ, പുച്ഛിച്ചവർ, അവരൊക്കെ ഇന്ന് ഏത് തരത്തിലുള്ള കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ മറുപടിയായി പറയുന്നത് എന്ന് കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങ് പറയുന്നത് പോലെ അവരൊന്നും തന്നെ പ്രതികരിക്കാത്ത ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ അങ്ങേക്ക് ഒരുപാട് നന്ദി. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.